ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, മാംഗോസ്റ്റിനാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു മാംഗോസ്റ്റിൻ വാങ്ങിച്ച് വെക്കുന്നത്. കാരണം ഈ ഒരു മാംഗോസ്റ്റിൻ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തവരെ ആരും ഉണ്ടാവില്ല. പക്ഷേ ഇത് വാങ്ങി വെച്ചപ്പോൾ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വെക്കുന്ന സ്ഥലമൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. വെയിൽ ഒരുപാട് അടിക്കുന്ന സ്ഥലത്തോട്ട് ഇത് ഒരിക്കലും നടരുത്. ഞങ്ങൾ നട്ടപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദിവസവും നനയും അതുപോലെ വളമൊക്കെ കൊടുത്ത്. ഇതിപ്പോൾ 4 വർഷമായിട്ടുള്ളതാണ്. പക്ഷേ ഇലകളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കരിയുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള വെയിൽ കാരണം. ഇത് വേറൊരെണ്ണമാണ്, അതുപോലെ സെയിം 4 വർഷമായതാണ്. ഇതിലും നേരിട്ട് വെയിൽ അങ്ങനെ ഒരുപാടൊന്നും വെയിൽ കൊള്ളുന്നില്ല. വാഴയൊക്കെ അടുത്തുണ്ട്, എന്നിട്ടും അതിൻ്റെ ഇലകൾ ഇതുപോലെ നശിച്ചു പോകുന്നുണ്ട്. നമ്മൾ വളവും വെള്ളവും ഒക്കെ കൊടുത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഇപ്പോഴും നനയുണ്ട്. ഡെയിലി 2 നേരം അല്ലെങ്കിൽ 1 നേരമെങ്കിലും എന്തായാലും നനയ്ക്കുന്നുണ്ട്. വേറെ ഒരു പ്ലാന്റും ചെടികളും ഒന്നും നനച്ചില്ലെങ്കിലും ഈ ഒരു മാംഗോസ്റ്റിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെഡിയാക്കി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോരാഞ്ഞിട്ട് പിന്നെയും നമ്മളിതുപോലെ കടകളിൽ കാണുമ്പോൾ, നഴ്സറിയിലൊക്കെ കാണുമ്പോൾ വീണ്ടും ഒരു തൈ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊന്ന് വാങ്ങി വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇലകളൊക്കെ ചെറുതായിട്ട് കരിയാൻ തുടങ്ങി. കാരണം ഇപ്പം ഭയങ്കര വെയിലാണല്ലോ. ഈ വെയിൽ താങ്ങാനുള്ള ശക്തി എന്തായാലും ഈ മാംഗോസ്റ്റിനില്ല. വേറെ ഏത് ചെടിയും നമുക്ക് എങ്ങനെയും രക്ഷിച്ചെടുക്കാം. പക്ഷേ ഇതൊരു കാരണവശാലും ഇതുപോലെ ഓലയൊക്കെ കൊടുത്ത് ഷെയ്ഡൊക്കെ വെച്ചിട്ടും അതിൻ്റെ ഇലയൊക്കെ കരിയുന്ന 2 നേരം നനയ്ക്കുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് മാംഗോസ്റ്റിൻ തൈയൊക്കെ വാങ്ങി വെക്കുന്നവർ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയൊരു ചോരയുള്ള ആ ഒരു സൈഡിൽ ഇത് നടുക, നന്നായിട്ട് നനയ്ക്കുക. ഇതിപ്പോൾ 4 വർഷമായ തൈയും അതുപോലെ ഒരു 4 മാസമായ തൈയുമാണ് ഞാൻ കാണിച്ചത്.